إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا والنساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم പ്രിയമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചും പാലിച്ചും തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് അതിന്റെ പ്രാധാന്യത്തോടും ഗൗരവത്തോടും കൂടി എവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിക്കുവാനും അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കിയ ലോകത്തോട് വിട പറയുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ട ഒരു ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത്. പെട്ടെന്ന് ഓർമ്മ വരുന്ന എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ ഓടിയെടുത്തും ചുരുങ്ങിയത് 114 പ്രാവശ്യമെങ്കിലും ആയത്ത് ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഞാൻ ആമുഖമായി അങ്ങനെ ഓതുവാൻ കാരണം, വിശ്വാസികൾ എന്ന നിലയിൽ അള്ളാഹുവിനെ കുറിച്ച് എപ്പോൾ ഓർക്കുമ്പോഴും അല്ലെങ്കിൽ എന്ത് ചിന്ത മനസ്സിലേക്ക് കടന്നു വരുമ്പോഴും ആദ്യമായി അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ചേർത്ത് ഓർക്കേണ്ടത് അർ റഹ്മാൻ റഹീം എന്നതായിരിക്കണം എന്നുള്ളതാണ്. അള്ളാഹു പരമകാരുണ്യകനും കരുണാനിധിയുമാണ് എന്നാണ്. ജീവിതത്തിലെ ഏത് ഘട്ടത്തിലും അല്ലാഹ് എന്ന് കേട്ട് കഴിഞ്ഞാൽ, നമ്മൾ അല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരേണ്ടത് അർ റഹ്മാൻ റഹീം എന്നതാണ്. അതുകൊണ്ടായിരിക്കാം ഖുർആനിൽ അത്രയേറെ പ്രാവശ്യം അത് ആവർത്തിച്ചു വന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം പ്രത്യേകിച്ച് ഈ അർ റഹ്മാൻ റഹീം എന്നത് നമ്മുടെ മനസ്സിലേക്ക് വേഗം കടന്നു വരികയും നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ട ചില രംഗങ്ങളുണ്ട്. ജീവിതത്തിലെ പല നഷ്ടങ്ങളും അതുപോലെ തന്നെ ദുരിതങ്ങളും വിയോഗങ്ങളും ഒക്കെ നമുക്ക് സങ്കടങ്ങളൊക്കെ പറ്റുമ്പോൾ പല പൈശാചികമായ ചിന്തകളും അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാതിരിക്കാൻ എന്ത് നഷ്ടം ജീവിതത്തിൽ പറ്റുമ്പോഴും ആദ്യ വിശ്വാസി പറയേണ്ടത്, മനസ്സ് വരേണ്ടത്, അള്ളാഹു എന്ന് പറയുമ്പോൾ
അർ-റഹ്മാൻ റഹീം എന്നായിരിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അതിന് ഏറ്റവും മികച്ച ഉദാഹരണം മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. കണക്കില്ലാത്ത, വിവരിക്കാൻ കഴിയാത്തത്ര ദുരിതക്കയത്തിൽ മുങ്ങി ജീവിച്ച ഒരു പ്രവാചകനാണ്. അദ്ദേഹത്തിന്റെ ദുരിതത്തിന്റെ ആഴം വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അവിടെ അത്രയേറെ ദുരിതങ്ങൾ അനുഭവിച്ച് ശാരീരികവും മാനസികവുമായി എല്ലാ ദുരിതത്തിൽ മുങ്ങി നിൽക്കുമ്പോഴും അയ്യൂബ് നബി പറഞ്ഞ, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ ഒരു നിലപാടുണ്ട്. അന്ത അർഹമുർ റാഹിമീൻ, നാഥ, ഇതെല്ലാം ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിലും ശരി, എനിക്ക് നിന്നെ കുറിച്ചുള്ള വിശ്വാസവും കാഴ്ചപ്പാടും നീ അർഹമുർ റഹ്മാനാണെന്നാണ്. ഇതാണ് ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഏത് ദുരിതങ്ങൾ വരുമ്പോഴും, എന്ത് പറയുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ അർ-റഹ്മാനുർ റഹീം, അർഹമുർ റാഹിമീൻ ആണ് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രണ്ട് റഹ്മാൻ എന്ന സിഫത്തിനെ ചേർത്ത് പറഞ്ഞത് കതബ അലാ നഫ്സിഹി റഹ്മ എന്നാണ്. അള്ളാഹു പറഞ്ഞത്, ഞാൻ എൻ്റെ പേരിനോടൊപ്പം റഹ്മത്ത് ചേർത്തി പറഞ്ഞിരിക്കുന്നു എന്നാണ്. സ്വന്തം അള്ളാഹു എന്ന പേരിനൊപ്പം അള്ളാഹ് ചേർത്തി പറഞ്ഞ പേരേതാ? റഹ്മാനാണെന്നാണ്. റഹ്മത്തി വസിഅത്തു കുല്ല ശൈഇൻ, എൻ്റെ കാരുണ്യം, എൻ്റെ റഹ്മത്ത് ഭൂമിയിലെ എല്ലാ വസ്തുക്കളെയും ആവരണം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഖുദൂസിയായ ഹദീസിൽ കാണാം, റഹ്മത്തി സബഖത്ത് അലാ ഗളബി, എൻ്റെ കോപത്തെക്കാളും മികച്ചു നിൽക്കുന്നത് എൻ്റെ കാരുണ്യമാണ് എന്നാണ്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ആവർത്തിച്ചു പറഞ്ഞത് എന്താ ചോദിച്ചാൽ, നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ച് പ്രത്യേകിച്ച് നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള വാർത്തകളോ കാഴ്ചകളോ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത് ഇതെല്ലാം സംഭവിക്കുന്നുണ്ടെങ്കിലും എൻ്റെ റബ്ബ് അർഹമുർ റഹ്മാനാണ് എന്ന് നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തണം. ഒന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. രണ്ടാമത്, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വിശ്വാസികൾ ഉൾക്കൊള്ളേണ്ടത് വമാ അന ബിളല്ലാമിൻ ലിൽ അബീദ്, അള്ളാഹു പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു അടിമയോട് ഒരു തരിമ്പ് പോലും അനീതി കാണിക്കുകയില്ല എന്നാണ്. അപ്പൊ നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാൻ കഴിയണം, എൻ്റെ റബ്ബ് അള്ളാഹു ഒരു നിലക്ക് യാതൊരു നിലക്കുള്ള അനീതി എന്നോട് കാണിക്കുകയില്ല എന്നും തികച്ചും നീതിപൂർവമായിട്ടായിരിക്കും എൻ്റെ കാര്യങ്ങൾ ഇടപെടുക എന്നുള്ളതും നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കണം. ആയത്തെ എങ്ങനെ മനസ്സിലാക്കേണ്ടത് എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞത്, അള്ളാഹു അനീതി കാണിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മോട് ചെയ്ത വാഗ്ദാനത്തിൽ ഒരിക്കലും അല്ലാഹ് അനീതി കാണിക്കുകയില്ല. വഅദല്ലാഹി, അള്ളാഹുവിന്റെ വാഗ്ദാനം, ലാ യുഖ്ലിഫുഹു അല്ലാഹു വഹദഹു, ഒരിക്കൽ പോലും അള്ളാഹു നമ്മോട് ചെയ്ത വാഗ്ദാനത്തിൽ ഒരു ലംഘനം നടത്തില്ല. എന്താണ് വാഗ്ദാനം ചെയ്തത്? മുഫസ്സിറുകൾ പറയാണ്, അതിന്റെ വിശദീകരണം എന്താണെന്ന് അറിയാമോ? വിശ്വാസി സമൂഹത്തോട് അള്ളാഹു എന്തെല്ലാം കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ, എന്തൊക്കെ നമുക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ തന്നിരിക്കുന്ന എന്ന് പറ. ജീവിതത്തിലെ നഷ്ടങ്ങൾക്ക് പകരമായി പരലോകത്ത് നമുക്ക് തരാമെന്ന് അല്ലാഹ് പറഞ്ഞത് മുഴുവൻ ഒരു നിലക്ക് പോലും അനീതി കാണിക്കാതെ പൂർണ്ണമായി നമുക്ക് നൽകുമെന്നതാണ് ഇസ്ലാം നമ്മെ പഠിക്കുക. അതുകൊണ്ട് ജീവിതത്തിലെ നഷ്ടങ്ങൾ പരലോകത്തൊരു മുതൽക്കൂട്ടാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിലെ നഷ്ടങ്ങൾ പരലോകത്ത് നമുക്ക് വിശ്വാസിക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും പരലോകത്ത് വരുമ്പോൾ. എന്താ കാരണം? അല്ലാഹ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് പകരമായി തന്നിരിക്കുമെന്നുള്ളതാണ്. അങ്ങനെ ഖുർആൻ പകരമായി തരും എന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ടപ്പോൾ എടുത്തു പറഞ്ഞ സംഗതിയുണ്ട്. എന്താണെന്നറിയോ? പണ്ഡിതന്മാർ ആയത്താണ് എടുത്തു ഉദ്ധരിച്ചത്. ഇന്നഹു മയ്യത്തഖി വയസ്ബിർ, ജീവിതത്തിൽ ആരാണോ ക്ഷമയോടും തഖ്വയോടും കൂടി കാര്യങ്ങളെ സമീപിക്കുന്നതെങ്കിൽ ഫഇന്നല്ലാഹ ലാ യുളി അജ്റൽ മുഹ്സിനീൻ, അവരോട് ഒരു നിലയ്ക്ക് ഞാൻ അതി പ്രവർത്തിക്കുകയില്ല എന്നും അവരുടെ ഒരു അധ്വാനവും പാഴാകുകയില്ല എന്നുമാണ്. എന്ന് പറഞ്ഞാൽ നഷ്ടങ്ങളെ ഓർത്ത് നമ്മൾ സഹിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നഷ്ടപ്പെട്ടതിന് വേണ്ടി നമ്മൾ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ, ആ ക്ഷമയ്ക്കും സഹനത്തിനും ഒക്കെ പരലോകത്ത് പകരമായി തരുമെന്ന് ഖുർആൻ പറഞ്ഞത് ക്ഷമയെ കുറിച്ച് പറഞ്ഞപ്പോഴല്ലേ. നോക്ക്, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു കുടുംബത്തെ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു കുടുംബ സമേത സ്വർഗത്തിൽ പ്രവേശിക്കാം.
അങ്ങനെ അവരെ സ്വർഗത്തിലേക്ക് വരുമ്പോൾ മലക്കുകൾ അവരെ വെൽക്കം ചെയ്യുന്നു പറയുന്ന വാചകം എന്താണോ? സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. എന്താ കാരണം? ബിമാ സബർത്തും, നിങ്ങൾ ഭൂമിയിൽ ഒരുപാട് സഹിച്ചവരാണ്, ഒരുപാട് ത്യജിച്ചവരാണ്, ഒരുപാട് സങ്കടങ്ങളും നഷ്ടങ്ങളും ഒക്കെ അനുഭവിക്കുകയും സഹിക്കുകയും ചെയ്തവരാണ്. അതുകൊണ്ട് നിങ്ങൾ സഹിച്ചതിന് പകരം തരാമെന്ന് പറഞ്ഞില്ലേ, ആ തരാമെന്ന് പറഞ്ഞ സ്വർഗത്തിലേക്കാണ്. ഇതാണ് നിങ്ങൾക്ക് പകരം തരാമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടു കൂടി ഈ സ്വർഗത്തിലേക്ക് കയറിക്കോ എന്ന മലക്കുകൾ അവരോട് പറയും. സഹോദരൻ, ഇത് ആരോടെ പറയാന്നറിയാവോ? ഈ ജീവിതത്തില് ഒരുപാട് നഷ്ടങ്ങൾ, ദുരിതങ്ങളായിട്ടും പലരുടെ വിയോഗങ്ങളായിട്ടും ഒക്കെ നഷ്ടങ്ങളും സങ്കടങ്ങളും ഏറ്റുവാങ്ങി ജീവിച്ചവർക്ക് പരലോകത്ത് അല്ലാഹു പറയും, ഞാൻ അവർക്കൊക്കെ അതിന് പകരമായിട്ട് അവർ കൊടുക്കും എന്നാണ് റസൂലുള്ളാഹി വിശദീകരിച്ച്. എന്താണെന്നറിയാവോ? പരലോകത്ത് ഇഹലോകത്ത് നഷ്ടപ്പെട്ട ആളുകൾക്ക് പകരമായി പരലോകത്ത് കാണുമ്പോൾ നഷ്ടപ്പെടാതെ ആളുകൾ പടച്ചവനെ ദുനിയാവിൽ ഒന്ന് തിരിച്ചു പോയിട്ട് ഇതുപോലെയുള്ള നഷ്ടങ്ങളും കഷ്ടങ്ങളും സഹിച്ച് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകുമാറ് അള്ളാഹു അവർക്ക് വാരിക്കോരി കൊടുക്കുമെന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. ഞാൻ ഇത് ആമുഖമായി സൂചിപ്പിച്ചത്. ഞാൻ മറ്റൊരു വിഷയമായിരുന്നു ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന അതിന് ചില കാരണങ്ങളും ചില സംഭവങ്ങളൊക്കെ കൂട്ടിച്ചേർക്കാനുള്ളത് കൊണ്ട് എൻ്റെ മനസ്സിലേക്ക് ഇത് നിങ്ങളുമായി പങ്കുവെക്കണമെന്നുകൊണ്ടാണ് ഇന്ന് ഈ വിഷയം നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ദുരിതങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയായിരിക്കണം, അല്ലെ ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം വിശ്വാസി അതിനെ ഉൾക്കൊള്ളേണ്ടത്, എങ്ങനെയായിരിക്കണം അതിനെ സമീപിക്കണം, എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞ ഒരു ഒറ്റ വാചകം എന്താണെന്നറിയാവോ? ഇദാ അസാബത്തുക്കും മുസീബത്തുൻ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദുരിതം, ഒരു നഷ്ടം സംഭവിച്ചാൽ ഫൽ യദ്കുറു മുസീബത്തഹു ബി, ഞാൻ അനുഭവിച്ച ദുരിതങ്ങളെ ഓർത്താ മതി. ദുനിയാവിൽ ഞാൻ അനുഭവിച്ച നിങ്ങൾ ഓർത്താ മതി. അപ്പോ നിങ്ങളുടെ ദുരിതങ്ങൾക്ക് നിങ്ങൾക്ക് ആശ്വാസം പകരും, നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്ന. നോക്ക്, ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചതുപോലെയുള്ള ദുരിതങ്ങളും നബിക്ക് പറ്റിയതുപോലെയുള്ള നഷ്ടങ്ങളൊന്നും ലോകത്ത് ഒരു മനുഷ്യന് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് ഞാൻ പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച നഷ്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് നഷ്ടങ്ങളുണ്ട്. സമാനമായ നഷ്ടങ്ങൾ ഈ അടുത്ത ആഴ്ചകളിൽ നമ്മൾ പത്രമാസികകൾ കണ്ടതാണ്. അവിടെയാണ് പ്രവാചക ജീവിതത്തിലെ രംഗങ്ങൾ നമ്മൾ ഓർത്തെടുക്കേണ്ടത്. കഴിഞ്ഞ ആഴ്ചയിൽ വിദേശ രാജ്യത്ത് അപകടത്തിൽപ്പെട്ട് ഒരു മാതാപിതാക്കളുടെ 4 കുട്ടികൾ ലോകത്തൂടെ യാത്രയായി. അള്ളാഹു ആ കുട്ടികളെ സ്വർഗത്തിൽ പ്രവേശിച്ച് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമിക്കുവാനും സഹിക്കുവാനും ഉൾക്കൊള്ളുവാനുള്ള മാനസികമായി കരുത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകന്റെ ജീവിതത്തിൽ പ്രവാചകൻ ജീവിച്ചിരിക്കെ ഒരു മകളോ വെച്ച് ബാക്കി മുഴുവൻ മക്കളും മരണപ്പെട്ട ലോകത്തെ ഏക മനുഷ്യൻ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. ഫാത്തിമ ഒഴിച്ച് മാത്രം ബാക്കി എല്ലാ മക്കളും പ്രവാചകൻ ജനിച്ച മക്കളും പ്രവാചകൻ ജീവിച്ചിരിക്കെ മരണപ്പെട്ടു പോയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം എന്ന കുട്ടി മരിച്ചു. പ്രവാചകനാണ് ആ കുട്ടി എല്ലാം ചെയ്തത്. അവസാനം ആ കുട്ടിയെ എടുത്ത് പ്രവാചകന്റെ മടിയിൽ വെച്ചിട്ട് കണ്ണുനീര് ഒലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന അബി ഫിറാഖിക ലമഹ്സൂനൂൻ, ഇബ്രാഹിമേ നിന്റെ വിയോഗത്തിൽ ഞാൻ ദുഃഖിതനാണ് കേട്ടോ എന്നാണ്. ഒരു പിതാവാണ്, പച്ചയായ മനുഷ്യനാണ്. സ്വന്തം ജന്മം നൽകിയ ഒരു കുട്ടിയുടെ ജനാസ മടിത്തട്ടിൽ വെക്കുമ്പോഴുള്ള ഒരു പിതാവിന്റെ മനസ്സിലെ തേങ്ങൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വായിച്ചെടുക്കാൻ കഴിയും. തീർന്നില്ല. പ്രവാചകന്റെ മകൾ സൈനബ റളിയല്ലാഹു അൻഹയുടെ മകൾ രോഗിയായി കിടക്കുകയാണ്. ചെറിയ കുട്ടിയാണ്. മകള് ഉപ്പയെ വിവരമറിയിച്ചു, കുട്ടിക്ക് സുഖമില്ല, വരണമെന്ന് പറഞ്ഞ് വിവരമറിയിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു സ്ഥലത്ത് ദൂരത്തായിരുന്നു. അപ്പൊ പ്രവാചകൻ വന്ന ആളോട് പറഞ്ഞു, അവരോട് ക്ഷമിക്കാൻ പറ, ഞാൻ വരാമെന്ന് പറഞ്ഞു. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും മകളുടെ നിർബന്ധ പ്രകാരം വരുമ്പോൾ ആ കുട്ടി അവസാനത്തെ ശ്വാസത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു വെച്ച് പ്രവാചകന്റെ മടിയിൽ കിടന്നിട്ടാണ് സൈനബ റളിയല്ലാഹു അൻഹയുടെ മകൾ
മരിക്കുന്നത്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മകളോട് പറഞ്ഞ വർത്തമാനമുണ്ട്, ഇന്നല്ലാഹി മാ അഖദ വലഹു മാ അത. മോളെ, അള്ളാഹു എന്താണോ തന്നത് അത് തിരിച്ചെടുക്കാനുള്ള അധികാരം അള്ളാഹുവിനുണ്ട്. അതുകൊണ്ട് വലി തസ്ബിർ വതഹ്തസി, മോളെ നീ ക്ഷമിക്കാൻ ശ്രമിക്ക്, പ്രതിഫലം പ്രതീക്ഷിക്കും മോളെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമുക്കും പറയാനുള്ളത്, എനിക്ക് നല്ല ബോധ്യമുണ്ട്, എന്റെ സദസ്സിലിരിക്കുന്നവരിൽ പോലും ജീവിച്ചിരിക്കെ മക്കൾ നഷ്ടപ്പെട്ട ആളുകളുണ്ടെന്ന് എനിക്കറിയാം. ജീവിച്ചിരിക്കെ അവരുടെ ജനാസയ്ക്ക് വേണ്ടി ഇമാമത്ത് നിന്നവരുള്ള പിതാക്കളുണ്ടെന്ന് എനിക്കറിയാം. സ്വന്തം ഭാര്യ സ്വന്തം മടിത്തട്ടിൽ കൈത്താങ്ങിൽ വച്ച് മരണപ്പെട്ടവരുണ്ടെന്ന് എനിക്ക് അറിയാവുന്ന എനിക്ക് ബോധ്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ മടിയിൽ കിടന്ന മരിച്ചത്. ആ സമയത്ത് ഖദീജ ബിബി കരയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിച്ചു, ഖദീജ കരയണ്ട, ഞാൻ നിന്നെ 100% തൃപ്തനാണ്. അപ്പൊ ഖദീജ ബിബി പറഞ്ഞു, എനിക്കതല്ല ദുഃഖം, ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യനെ വിട്ടേച്ച് പോകുകയാണല്ലോ എന്ന ദുഃഖമാണെന്ന് പറഞ്ഞിട്ട് പ്രവാചകന്റെ കണ്ണുനീര് ഖദീജയുടെ കണ്ണുനീരിൽ മുഖത്തേക്ക് വീണിട്ടാണ് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ ലോകത്തോട് യാത്ര പറഞ്ഞത്. നോക്ക്, പ്രവാചകൻ മക്കളുടെ ജനാസ ഏറ്റുവാങ്ങി, ആദ്യ ഭാര്യയുടെ ജനാസ ഏറ്റുവാങ്ങി, അതെല്ലാം പ്രവാചകൻ ഉൾക്കൊള്ളുവാനും ഉള്ള കരുത്ത് കിട്ടി. നമുക്ക് പറയാനുള്ളതും വിശ്വാസികൾക്ക് പറയാനുള്ളതും ഈ മാതാപിതാക്കളോടും അത് അനുഭവിച്ചവരും ഒരു പക്ഷേ അനുഭവിക്കേണ്ടി വന്നാൽ പറയാനുള്ള വർത്തമാനം, ക്ഷമിക്കാൻ ശ്രമിക്കൂ എന്ന, നിങ്ങൾ അള്ളാഹു വാഗ്ദാനം ചെയ്യപ്പെട്ട പ്രതിഫലം പ്രതീക്ഷിച്ചോ. അല്ലാഹു പറഞ്ഞു, ഒരു നഷ്ടവും നിങ്ങൾക്ക് സംഭവിക്കില്ല. എന്താണോ ആ നഷ്ടത്തിന്റെ പേരിൽ നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടത്, നാളെ പരലോകത്ത് നിങ്ങൾക്ക് അത് മുതൽ കൂട്ടായി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഒരിക്കൽ പ്രവാചകന്റെ അടുക്കൽ കുറെ സ്ത്രീകൾ പരാതിയായിട്ട് വന്നു, പ്രവാചകരെ, അങ്ങയുടെ ക്ലാസ് അധികം പുരുഷന്മാർക്കാണല്ലോ, ഞങ്ങൾക്ക് ഒരു പ്രത്യേക ക്ലാസ് വേണമെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യം അംഗീകരിച്ചു. ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടാൻ പറഞ്ഞു. സ്ത്രീകളെല്ലാം ആ വീട്ടിൽ ഒരുമിച്ച് കൂടി. പ്രവാചകൻ അവർക്ക് സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക ഒരു ക്ലാസ് എടുത്തു. ആ ക്ലാസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, മാ മിൻകുന്ന ഇംറഅത്തുൻ തുഖദ്ദിബു സലാസത ഔ വലദിഹ ഇല്ലാ ഹിജാബ മിനൻ നാർ. ഏതെങ്കിലും ഒരു സ്ത്രീ അവർക്ക് മുമ്പേ അവർ ജന്മം നൽകിയ 3 കുട്ടികളെ പരലോകത്തേക്ക് യാത്രയാക്കിയിട്ടുണ്ടെങ്കിൽ ആ 3 കുട്ടികളും പരലോക നരകത്തിൽ അവർക്ക് മറയായി നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സ്ത്രീ ചോദിച്ചു, നബിയെ 2 കുട്ടികളാണെങ്കിലോ? അപ്പൊ ആ ചോദിച്ച സ്ത്രീയുടെ 2 കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ടാവും. നബി പറഞ്ഞു, അതെ, 2 കുട്ടികളാണെങ്കിലും ശരി, ആ മാതാവിന് മുമ്പേ മരണപ്പെട്ടു പോയ മക്കൾ നാളെ പരലോകത്ത് അവർക്ക് വേണ്ടി നരകത്തിന് മറയായി നിൽക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബൂ ഹിസാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് 2 മക്കൾ അദ്ദേഹം ജീവിച്ചിരിക്കെ മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ മനസ്സിന് താങ്ങാൻ പറ്റിയില്ല. അവസാനം വന്ന് അബൂ ഹുറൈറ ചോദിച്ചു, എന്റെ 2 മക്കൾ മരിച്ചത് ഉപ്പയാണ് ഞാൻ, എന്റെ മനസ്സിന് ആശ്വാസം പകരാൻ അങ്ങ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹചാരിയായിരുന്നില്ലേ, അങ്ങ് വല്ല ആശ്വാസ വാക്കും എനിക്ക് തരാൻ പറ്റിയത് പ്രവാചകൻ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ മനുഷ്യനോട് പറയുകയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കേട്ടിട്ടുണ്ട്, അങ്ങനെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ മരണപ്പെട്ടു പോയ മക്കൾ സ്വർഗത്തിലെ പൂമ്പാറ്റകളായി പാറി നടക്കുമെന്ന് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ആ കുട്ടികൾ തന്റെ മാതാപിതാക്കളെ കാണും. എന്നിട്ട് മാതാപിതാക്കളുടെ വസ്ത്രത്തിലെ തലപ്പ് പിടിച്ചുകൊണ്ട് പറയും, ഈ മാതാപിതാക്കളെ സ്വർഗത്തിൽ പ്രവേശിക്കാതെ ഞങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്നും ആ മക്കൾ വാശി പിടിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു എന്ന് ഇദ്ദേഹം പറയുകയാണ്. നോക്കൂ, ഇതിനേക്കാൾ വലിയ പകരം എന്താണ്? ഇതിനേക്കാൾ വലിയ സന്തോഷം എന്താണ്? തങ്ങൾക്ക് മുമ്പ് യാത്രയായ മക്കൾ പരലോകത്ത് പാറി നടക്കുന്ന പൂമ്പാറ്റകളായി മാതാപിതാക്കളുടെ വസ്ത്രത്തിന്റെ തലപ്പ് പിടിച്ചിട്ട് ഇവരെയും ഞങ്ങളൊപ്പം സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ട് കരയുമെന്നും അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല
അവരെയും ആ സ്വർഗത്തിലേക്ക് ഇഹലോകത്ത് മാതാപിതാക്കളെ കൂടെ ജീവിക്കാൻ അവസരം കിട്ടാത്തതിന്റെ പേരിൽ സ്വർഗത്തിൽ വാനോളം അവസരം അള്ളാഹു നൽകുമെന്ന വർത്തമാനം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. നോക്കൂ, ഇത് വിശ്വാസ സമൂഹത്തിന് മാത്രമുള്ള സംഭാവനയാണ്. വിശ്വാസമില്ലാത്ത ഒരു അവിശ്വാസിയായ മനുഷ്യന് ആരാണ് ആശ്വാസം പകരാനുള്ളത്? അങ്ങനെ മരണപ്പെട്ടു പോയാൽ നമുക്ക് ഈ മാതാപിതാക്കളെ കാണാൻ അവസരം കിട്ടിയാൽ നമുക്കെന്ത് പറയാം? ക്ഷമിക്കൂ, പരലോകത്ത് കിട്ടുമെന്ന് പറയാം. അങ്ങനെ ഒരാളും നമുക്ക് പറയാം, അയാളെ ആശ്വസിപ്പിക്കാം. ക്ഷമിക്കൂ, പരലോകത്ത് കിട്ടുമെന്ന് നമുക്ക് പറയാം. വിശ്വാസമില്ലാത്ത ഒരാൾക്ക് എന്ത് ആശ്വാസം ആര് പകരും? അവിടെയാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞത്, നിങ്ങളോട് ചെയ്ത വാഗ്ദാനം അല്ലാഹു ഒരിക്കലും ലംഘിക്കുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുൽ റൂഹിൽ പിടിക്കുന്ന മലക്കോട് ചോദിച്ചു, നിങ്ങൾ എൻ്റെ ഇന്ന അടിമയുടെ അവന്റെ ഹൃദയത്തിന്റെ പകുതി നിങ്ങൾ പിടിച്ചല്ലോ എന്ന് പറഞ്ഞാൽ, കുട്ടികൾ മരണപ്പെട്ടപ്പോൾ ആ മലക്കോട് ചോദിക്കുക, എൻ്റെ അടിമയുടെ കരളിന്റെ കഷ്ണത്തെ അല്ല നിങ്ങൾ പിടിച്ചത്, എന്തായിരുന്നു അവന്റെ നിലപാടെന്ന് ചോദിച്ചു. അപ്പോൾ ഈ റൂഹ് പിടിച്ച മലക്കൽ മൗത്ത് പറയാണ്, നാദാ, അയാളുടെ മകളുടെ റൂഹ് പിടിച്ചപ്പോൾ അത് നഷ്ടപ്പെട്ട വിയോഗത്താൽ അവരെന്താ ചെയ്തത്? ഹമിദക വസ്തർജഅ, അവർ ആദ്യം അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ് പറഞ്ഞത്. അല്ലാഹു അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ സംഭവിച്ചിട്ടും ആ മനുഷ്യൻ അത് പറഞ്ഞോ? മലക്ക് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന എന്താണ്? ഇബ്നു ലിൽ അബ്ദി ഫിൽ ജന്നതി ബൈതൻ, എന്നാൽ ആ പറഞ്ഞ എന്റെ അടിമയ്ക്ക് സ്വർഗത്തിൽ ഒരു വീട് ഇപ്പോൾ തന്നെ നിർമ്മിക്കൂ. ഫസമ്മുഹു ബൈത്തുൽ ഹംദ്, അതിനെ ആ സ്വർഗത്തിന്റെ ആ വീടിന് ഹംദ് എന്ന് പേര് കൊടുക്കൂ എന്നാ. നോക്കൂ, അത്തരം ആളുകൾക്ക്, മാതാപിതാക്കൾക്ക് ബൈത്തുൽ ഹംദ് എന്ന് പേരെഴുതി നെയ്മ് ഒട്ടിച്ച വീട് ഇവർ നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് പരലോകത്ത് സ്വർഗത്തിൽ അല്ലാഹു സജ്ജമാക്കിയിരിക്കുമെന്ന സന്തോഷ വാർത്തയാണ്. ആർക്കത് കിട്ടാ? നോക്കൂ, അതാ ഞാൻ പറഞ്ഞത്, അല്ലാഹു റഹ്മാനാണ്, അർഹമുർ റഹീമാണ് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അങ്ങനെയുണ്ട് ജീവിതത്തിൽ, അങ്ങനെ ഒരുപാട് രംഗങ്ങൾക്ക് സാക്ഷികളായ നമ്മളൊക്കെ. ഞാൻ ഒരിക്കൽ ഇതേപോലെ ഒരു അനുഭവം ഉണ്ടായി. ഒരു നല്ല ദീനിയുള്ള സ്ത്രീയാണ്. അവരുടെ ചെറുപ്രായത്തിലൊരു മകൻ ഒരു അപകടത്തിൽ പെട്ടെന്ന് മരണപ്പെട്ടു പോയി. ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്ന് ഉൾക്കൊള്ളാനൊന്നും പറ്റില്ല, മനുഷ്യരാണല്ലോ. പക്ഷെ ആ ദീനിയായ സ്ത്രീ പിടിച്ചു നിന്നു. അവസാനം ആ ജനാസ കൊണ്ടുവന്നു. അവര് തന്നെയാണ് കുളിപ്പിക്കാൻ, ആൺകുട്ടിയാണ് കുളിപ്പിക്കാൻ, അവര് തന്നെയാണ് അതൊക്കെ ചെയ്തത്. കഫൻ ചെയ്യാൻ നേരത്തെ അവർ തന്നെ കൂടെ നിന്നു. അവസാന വീട്ടിൽ നിന്ന് മയ്യത്ത് നമസ്കരിച്ച് ആ മകന്റെ ജനാസ പോകുമ്പോൾ ആ ഡോറിന്റെ അടുത്ത് നിന്ന് ആ സ്ത്രീ പറഞ്ഞ വർത്തമാനമുണ്ട്, എന്റെ സ്വർഗമാണ് ആ പോകുന്നത് എന്നാണ്. എന്റെ സ്വർഗമാണ് ആ പോകുന്നത് എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ ഈമാനികമായി കരുത്ത് അവർക്ക് അല്ലാഹു നൽകി എന്നുള്ളതാണ്. അതെ, അവിടെയാണ് സ്വർഗം. ഉമ്മു ഹാരിസ റളിയല്ലാഹു അൻഹയുടെ മകൻ പ്രവാചകന്റെ കൂടെ യുദ്ധത്തിന് പോയി. പ്രവാചകൻ തിരിച്ചു വരുമ്പോൾ ഉമ്മു ഹാരിസ് ചോദിച്ചു, നബിയെ, എന്റെ മകൻ എവിടെയാണ്? മകൻ രക്തസാക്ഷിയായിട്ടുണ്ട്. പ്രവാചകൻ ഒരു ഉമ്മയോട് പെട്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അവർ വീണ്ടും ചോദിച്ചു, പ്രവാചകൻ പറ, എന്റെ മകൻ എവിടെയാണ്? പ്രവാചകൻ മൗനം അവലംബിച്ചു. മൂന്നാമത്തെ പ്രാവശ്യം അവർ പ്രവാചകന് മുമ്പിൽ തടഞ്ഞു നിർത്തിട്ട് പറ എന്റെ മകൻ എവിടെയാണ്? പ്രവാചകൻ പറഞ്ഞു. നിശബ്ദമായിരുന്നപ്പോൾ അവർ പറഞ്ഞു, പ്രവാചകരെ, എന്റെ മകൻ യുദ്ധത്തിൽ രക്തസാക്ഷിയായി സ്വർഗത്തിലാണെന്ന് അങ്ങ് പറഞ്ഞാൽ സ്വബർത്തു, ഞാൻ അത് സഹിക്കും, ഞാൻ അത് ഉൾക്കൊള്ളും. അങ്ങ് പറയാൻ പറഞ്ഞു. നീ അതല്ല, നരകത്തിലാണെന്ന് പറഞ്ഞാൽ എന്നെ കരയാൻ അനുവദിക്കണമെന്ന് പ്രവാചകനോട് പറഞ്ഞപ്പോൾ പ്രവാചകന്റെ മറുപടി എന്താ? ഇന്നബ്നക അസ്വാബൽ ഫിർദൗസ, ഉമ്മു ഹാരിസ, നിന്റെ മകൻ സ്വർഗവും കടന്ന് ഫിർദൗസിലെത്തിയിരിക്കുന്നു എന്ന ഉമ്മു ഹാരിസ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി. ജീവിച്ചിരിക്കുക, നിങ്ങൾ ആലോചിച്ച് നോക്കും, അവരെ കാത്തിരിക്കുകയാണ് അവര്, ഈ കുട്ടികള്, ഈ മക്കള് അള്ളാഹുവിന്റെ സാമീപ്യത്തിൽ. അതിനേക്കാൾ വലിയ സൗഭാഗ്യം ലോകത്ത് ആർക്കെ കിട്ടാനുള്ളത്? ആ മക്കള് മഹാഭാഗ്യവാന്മാരാണ്. ആ തത്തുല്യമായ ഒരു കുടുംബം, വിദേശത്ത് ഉംറയ്ക്ക് പോയ ഒരു കുടുംബം മരണപ്പെട്ടു. ഒരു കഴിഞ്ഞ മാസത്തിൽ ഉംറയ്ക്ക് പോയ ഒരു യാത്ര ബസ് മറ്റൊരു സ്റ്റേറ്റിലെ ആളുകൾ, അവരൊക്കെ അള്ളാഹുവിന്റെ അടുത്ത് മഹാഭാഗ്യവാന്മാരാണ്. ഉംറയ്ക്ക് പോകുന്ന ആളുകൾ തന്നെ നെയ്യത്തുണ്ടെങ്കിൽ അവരൊക്കെ സ്വർഗത്തിന്റെ അവകാശികളാണെന്നാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടത്. ഞാൻ പറഞ്ഞത്,
ഇതിനൊക്കെ ഇസ്ലാമികപരമായ ഒരു മാനം നമുക്ക് കാണാൻ സാധിക്കണം. ആ മാനം കാണിക്കുമ്പോഴൊക്കെയും നമുക്ക് ക്ഷമിക്കുവാനും ഉൾക്കൊള്ളുവാനുള്ള കരുത്ത് വേണമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകരെ, ഈ രക്തസാക്ഷികളെ എണ്ണുമ്പോൾ ഈ യുദ്ധത്തിൽ മരണപ്പെട്ടവർ മാത്രമാണല്ലോ അങ്ങ് എണ്ണുന്നത് എന്ന്. പ്രവാചകൻ പറഞ്ഞു, അതല്ല, എൻ്റെ ഉമ്മത്തിൽ ഒരുപാട് ശുഹദാക്കളുണ്ട്. അതിലൊരു ശുഹദാവ് ആരാന്നറിയാവോ? പ്രസവ വേദനയാൽ മരണപ്പെട്ട മാതാവ് ഷഹീദാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പ്രസവത്തിൽ ആ പ്രസവ വേദനയാൽ മരണപ്പെട്ട മാതാവ്, ആ സ്ത്രീ ഷഹീദാണ്. പ്രവാചകൻ അവിടെ നിർത്തിയില്ല. അങ്ങനെ മരണപ്പെട്ട സ്ത്രീ ആ കുട്ടി തന്റെ പൊക്കിൽ കൊടികൊണ്ട് ഉമ്മയെ വലിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് പറയാൻ ലോകത്ത് പ്രവാചകനല്ലേ കഴിയുള്ളൂ. ഇത് പറയാൻ, ഇങ്ങനെ ഒരു ആശ്വാസം പറയാൻ ഇസ്ലാമിനല്ലേ കഴിയൂ. ഇത് ഉൾക്കൊള്ളാൻ വിശ്വാസികൾക്കല്ലേ കഴിയൂ. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കിതൊക്കെ സന്തോഷ വാർത്തകളാണ്. ജീവിതത്തിലെ നഷ്ടങ്ങൾ പറ്റുമ്പോൾ അൽഹംദുലില്ലാഹ്, എന്റെ സ്വർഗത്തിൽ മുതൽ കൂട്ടാൻ എന്ത് സംഭവിച്ചാലും അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ കഴിയണം. അതുകൊണ്ട് നമ്മുടെ സങ്കടങ്ങളാണ് നമ്മുടെ കരുത്ത്, നമ്മുടെ നഷ്ടങ്ങളാണ് നമുക്ക് പരലോകത്ത് മുതൽ കൂട്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതുകൊണ്ട് ഈ വാർത്തകൾ കേൾക്കുമ്പോൾ കാണുകളൊക്കെയും അല്ലെങ്കിൽ വ്യക്തിപരമായി അനുഭവിക്കേണ്ടി വരുമ്പോഴൊക്കെയും അള്ളാഹുവിനെ കുറിച്ചൊരു മറു ചിന്ത ലെവലേശം പോലും നമ്മുടെ മനസ്സിൽ വരരുത്. ഞാൻ പറയും, രണ്ട് സംഗതികൾ അർഹമുർ റഹ്മാനാണ് എന്നുള്ളതാണ്. ആരോട് ഞാൻ അനീതി പ്രവർത്തിക്കുകയില്ല എന്നും, ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടത് മുഴുവൻ കൃത്യമായി ഞാൻ നിങ്ങൾക്ക് പകരം തരും. ഇവിടെ കിട്ടിയില്ലേ, പകരം കിട്ടും. ഇവിടെ നഷ്ടപ്പെട്ടോ, പകരം കിട്ടും. തരാന്ന് പറഞ്ഞിട്ടുണ്ടോ, കൃത്യമായി തന്നിരിക്കും എന്നുള്ളതാണ്. ഇവിടെ നഷ്ടങ്ങളെ ഓർത്ത് സങ്കടപ്പെടാനല്ല, ആ നഷ്ടങ്ങൾ നമുക്ക് കരുത്തായി മാറണം എന്നതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന. ഇത്തരം രംഗങ്ങൾ വരുമ്പോഴൊക്കെയും നമ്മുടെ ജീവിതത്തിൽ അത് വലിയ ഗുണപാഠമായി മാറേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിച്ച് മരണപ്പെട്ട അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. ഈ ദുരിതങ്ങളും സങ്കടങ്ങളും നഷ്ടങ്ങളൊക്കെ പറ്റുമ്പോഴൊക്കെ നമുക്ക് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ കഴിയും, ക്ഷമിക്ക്, സഹിക്കുന്നൊക്കെ. അതിലപ്പുറം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നും പറയാനില്ല. പക്ഷേ നമുക്ക് അങ്ങനെ വരാതിരിക്കാൻ പരീക്ഷണങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിന്റെ തീരുമാനം നമുക്ക് ഗുണകരമാകാൻ ഇസ്ലാം പഠിപ്പിച്ച നിലപാട് എന്താണെന്നറിയോ? റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി. നാഥാ, താങ്ങാൻ കഴിയാത്തത് ഞങ്ങളെ വഹിപ്പിക്കരുത്. നമ്മൾ ദുർബലരാണ്, ശാരീരികവും മാനസികവുമായിട്ട്. നമുക്ക് തോന്നും ഞാൻ വലിയ ധൈര്യശാലിയാണെന്ന്. പക്ഷേ ചില നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒരു സന്നിഗ്ധ ഘട്ടം വരുമ്പോൾ പതറിപ്പോകാതിരിക്കാൻ അല്ലാഹു പഠിച്ചവനെ താങ്ങാൻ കഴിയാത്ത വഹിപ്പിക്കരുത്. ഇനിയോ, നീ അഥവാ അങ്ങനെ പരീക്ഷണങ്ങൾ വന്നു എന്ന് വിചാരിച്ചാൽ താങ്ങാനുള്ള മാനസികമായി കരുത്ത് തരണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പരീക്ഷകൾ വന്നോട്ടെ, അങ്ങനെ ചോദിച്ചു വാങ്ങാനല്ലേ പറഞ്ഞത്. പരീക്ഷകൾ വന്ന നാഥ താങ്ങാനുള്ള കരുത്ത് തരണം, പതറിപ്പോകരുത്. എന്റെ വിശ്വാസത്തിന് കോട്ടം വരാത്തത്, നീ ഇഷ്ടപ്പെടാത്ത ഒരു വാക്ക് പോലും വരാതിരിക്കാൻ നീ എനിക്ക് തൗഫീക്ക് നൽകണമേ, കരുത്ത് നൽകണമേ എന്ന് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല പരീക്ഷണ ഘട്ടങ്ങളിൽ പതറിപ്പോകാതിരിക്കാൻ ഈമാനികമായി കരുത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗിയായി കഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ അല്ലാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾ, നമ്മൾ പറയപ്പെട്ടതും അല്ലാത്തതുമായ ആളുകൾ, അവർക്കൊക്കെ നാഥാ നീ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം കുടുംബങ്ങൾക്ക് സഹിക്കുവാനും ക്ഷമിക്കുവാനുമുള്ള കഴിവ്, മാനസികമായ കരുത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ നഷ്ടങ്ങളെ പരലോകത്ത് ഞങ്ങളുടെ മുതൽക്കൂട്ടാക്കി മാറ്റി ഞങ്ങളെ അനുഗ്രഹിക്കണം നാഥാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات
يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أحينا للكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا آتنا في